ഇനി നമുക്ക് നേരെ പാലക്കാട്ടേക്ക് പോകാം. ഇന്നലെ പ്രസിഡന്റ് പാലക്കാടായിരുന്നു. പ്രകൃത ചേലക്കരയായിരുന്നു. അടിപൊളി സമ്മാനമൊക്കെ പ്രകൃതിക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത് സമ്മാനമാണെന്ന് പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നും. അപ്പോൾ അത് കൃത്യമായിട്ട് എന്താണ് സമ്മാനം എന്നുള്ളത് പ്രകൃതി തന്നെ പറയും. അതിപ്പോ തന്നെ പറയണോ? പറയണം. എന്നിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. അത് നമുക്ക് സ്റ്റോറി കഴിഞ്ഞിട്ട് പറയാം. ഞാനൊന്ന് തയ്യാറെടുക്കാം. ശരി. അപ്പോൾ എന്താണ് കഴിഞ്ഞ ദിവസത്തെ വിധി ദിനം? അത് പ്രേക്ഷകർ കണ്ടതാണ്. നമ്മുടെ 24 സ്ക്രീനിൽ തന്നെ ഒരുപാട് പ്രേക്ഷകർ മണിക്കൂറുകളോളം നിന്ന് എന്താണ് ഫലം എന്ന് വ്യക്തമായി കണ്ടതാണ്. അതിനുശേഷം ഞാൻ പാലക്കാടായിരുന്നു. പാലക്കാട് ഉജ്ജ്വല വിജയം അത് UDF ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ആവേശവും ആഹ്ലാദവും ഒന്നും ആ ക്യാമ്പിൽ അടങ്ങാതെ ഇന്നും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ആ ഉച്ചയ്ക്ക് റോഡ് ഷോ ഒക്കെ തുടങ്ങുന്ന സമയത്ത് ശരിക്കും അവിടുത്തെ റോഡിൽ നമുക്ക് ഇങ്ങനെ കാണില്ല, റോഡ് ഉണ്ടെന്ന് തോന്നില്ല, അത്രമാത്രം വലിയ ജനക്കൂട്ടമായിരുന്നു. UDF മൊത്തം പ്രവർത്തകർ വന്ന് DJ നമ്മുടെ നെഞ്ചൊക്കെ ഇങ്ങനെ നെഞ്ചുണ്ടോ ഹൃദയം എടുപ്പുണ്ടോ എന്ന് തോന്നിയത് അത്രമാത്രം വലിയ ഒച്ചത്തിൽ പാട്ടൊക്കെ വെച്ചായിരുന്നു. ആടിപ്പൊളി, അതൊരു കാർണിവൽ മൂഡിലായിരുന്നു ശരിക്കും ഇന്നലെ പാലക്കാട് ഉച്ചയ്ക്ക് ശേഷം. എന്തായാലും അവിടുത്തെ ഉജ്ജ്വല വിജയത്തിന് ശേഷം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു. പുതുപ്പള്ളിയിൽ എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് വൻ സ്വീകരണമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയത്. വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടില്ല എന്നും പാലക്കാട് ജനങ്ങളുടെ വിജയമാണ് എന്നും ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. വിദേശത്തായതിനാൽ ചാണ്ടി ഉമ്മൻ കല്ലറയിൽ എത്തിയില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ രാഹുൽ ആദ്യം എത്തിയത് പുതുപ്പള്ളിയിലായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയ അനുഗ്രഹം വാങ്ങിയായിരുന്നു പാലക്കാട്ടേക്ക് വണ്ടി കയറിയത്. അതുകൊണ്ട് തന്നെ ആ വിജയത്തിന്റെ സന്തോഷം പങ്കുവെക്കാനും ആദ്യമെത്തിയത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക്. പുതുപ്പള്ളി പുണ്യാളന്റെ മുന്നിൽ തിരികത്തിച്ച് പ്രാർത്ഥിച്ച ശേഷമായിരുന്നു പ്രിയ നേതാവിന്റെ കല്ലറയിലേക്ക് എത്തിയത്. എതിർ സ്ഥാനാർത്ഥികൾക്ക് മറുപടിയില്ലെന്ന് ആവർത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടില്ലെന്നും വ്യക്തമാക്കി. പാലക്കാട് എല്ലാത്തരം വർഗീയതയും അവിടെ ഇളക്കി വിടാനുള്ള ശ്രമം BJPയുടെ CPMന്റെ ഭാഗത്തു നിന്നുണ്ട്. പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷത്തെ വർഗീയമായ ധ്രുവീകരണമാണെന്ന് പറഞ്ഞ് പാലക്കാടുകാരെ വീണ്ടും പരിഹസിച്ചാൽ അതിനുള്ള മറുപടി ഞങ്ങൾ 26-ൽ തരാം. PC വിഷ്ണുനാഥ്, KC ജോസഫ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പമായിരുന്നു രാഹുലിന്റെ സന്ദർശനം. പുതുപ്പള്ളിയിലെ കോൺഗ്രസ് പ്രവർത്തകർ അടക്കം നിരവധി പേർ രാഹുലിനെ സ്വീകരിക്കാനുമെത്തി. വിദേശത്തായതിനാൽ ചാണ്ടിയുമ്മന് ഇന്നും രാഹുലിനൊപ്പം കല്ലറയിലെത്താൻ സാധിച്ചില്ല. പുതുപ്പള്ളിയിലെ സന്ദർശനത്തിന് ശേഷം പാലക്കാട്ടേക്ക് തന്നെ രാഹുൽ മടങ്ങി. ടോബി ജോൺസൺ, 24 കോട്ടയം.